ഹലോ ഫാമിലി, ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഇവിടെ ഇപ്പോൾ സമ്മർ സീസൺ ആയിട്ടോ, നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പം ഈ ചൂടത്ത് നമുക്ക് ഇവിടെ ഇപ്പോൾ ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ സമയമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ച കുട്ടികളെയും കൊണ്ട് ഒരു ട്രിപ്പൊക്കെ പോകാം. അപ്പം ഞങ്ങൾക്കൊക്കെ ആനുവൽ ലീവൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽസാണ്. അപ്പോൾ വെയിൽസിലോട്ട് പോണ വഴിക്കാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലം ഞങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ടുപിടിച്ചത്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോണതുകൊണ്ട് എല്ലാ തവണയും കാറിനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ തവണ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നമുക്കൊരു കാരവാൻ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഫാമിലി ആയിട്ട്. അപ്പോൾ ഞങ്ങളിതേ കാരവാനൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് രാത്രി വെളുപ്പിന് ഇറങ്ങണമായിരുന്നു കേട്ടോ. ഒരു 2 മണിയായപ്പോൾ നമുക്ക് ഇറങ്ങണമായിരുന്നു. വേഷ്പൂൾ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു കാരവാൻ നമുക്ക് കിട്ടിയത്. അവിടെ പോയി നമുക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് വേഷ്പൂളിലേക്ക് 2.5 മണിക്കൂർ ജേണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു 6 മണി 5:30 കാരവാൻ തരാമെന്നായിരുന്നു അവർ പറഞ്ഞായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 2 മണി 3 മണി 3:30 ആകുമ്പോൾ ഇറങ്ങണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഒരു 3 മണിയൊക്കെ ആയി ഇറങ്ങി ഞങ്ങളിതേ നേരെ കാരവാൻ പോയി പിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കാരവാൻ നമുക്ക് ഒരു എല്ലായിടത്തും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കാരവാൻ പാർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവർക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ദോശയുടെ മാവ് അരച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ബീഫ്, കുറച്ച് ചിക്കൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാരവാനിൽ പോയി ഫസ്റ്റ് ഞങ്ങൾ പിടിച്ച സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിനോസർ പാർക്ക് വിത്ത് വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ടല്ലോ, ഇൽഫ്രാക്കൂമ്പ് അടുത്തൊരു സ്ഥലത്താട്ടോ, വൈൽഡ് ലൈഫ് ആൻഡ് ഡിനോസർ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം നല്ല അവിടുത്തെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ സംഭവം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിട്ടോ. ശരിക്കും ഒരു നമ്മുടെ ജുറാസിക് പാർക്കിലോട്ട് കയറി ചെന്ന ഒരു പ്രതിനിധിയാണ്. അപ്പം നമ്മൾ എൻട്രൻസിലോട്ട് കയറി ചെല്ലുമ്പോൾ ശരിക്കും നമുക്ക് അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, വണ്ടി എവിടെ പാർക്ക് ചെയ്യണം, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഡിനോസേഴ്സിൻ്റെ വെറൈറ്റീസ്, ഓരോ സ്പീഷ്യസും ആ സ്പീഷ്യസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അവരുടെ പെക്യുലാരിറ്റീസൊക്കെ അങ്ങനെ ഒറിജിനൽ അല്ല, പക്ഷേ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഡെമോ പോലെ കാണിച്ചിട്ടുണ്ടെല്ലാം. നമ്മുടെ വലിയ ഡിനോസറിൻ്റെ എല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വൈൽഡ് ലൈഫിലോട്ട് ചെല്ലുന്ന നമ്മൾ ശരിക്കും ജുറാസിക് പാർക്ക് സിനിമ കണ്ടവർക്കൊക്കെ ആണെങ്കിൽ ജുറാസിക് പാർക്കിലോട്ട് ചെന്ന ഒരു പ്രതിനിധിയാണ്. പിന്നെ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അതേപോലെ നമുക്ക് ഇവിടെ ഷോസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രാവലിങ് കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ ചെന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഷോയൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കൗണ്ടറിൽ പോയി നമ്മൾ പേയ്മെൻ്റൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഓരോ കാര്യങ്ങളും. ഭയങ്കര അടിപൊളിയായിട്ടാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും അവർ ചെയ്ത് വെച്ചേക്കണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈൽഡ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ട്രിപ്പ്. ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾ ഈ ഒരു വൈൽഡ് ലൈഫ് കാണാനാണ് ഞങ്ങൾ ഫുൾ പോയത്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം എന്തൊക്കെയായിരുന്നു ഞങ്ങൾ ആ വൈൽഡ് ലൈഫിൽ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ആ പാർക്കിൽ പോയപ്പം ഞങ്ങൾ കണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അപ്പോൾ നിങ്ങളിത് വാച്ച് ഇറ്റ്. അപ്പം നമ്മൾ ചെന്നു. പിള്ളേരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാനുള്ള കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 28 ഏക്കർ സ്ഥലം ഫുൾ ഇങ്ങനെ വൈൽഡ് ലൈഫിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തേക്കുവാണ്. അത്രയും നല്ല അടിപൊളിയാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിനോസേഴ്സിൻ്റെ പ്ലേ സോണൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കവിടെ ഇരുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പാകത്തിന് പോകണം. ഞങ്ങൾ ശരിക്കും ടൈമില്ലാത്ത കാരണം നമ്മൾ ശരിക്കും ഒരു 3 days ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് മാക്സിമം സ്ഥലം നമുക്ക് കവർ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ വേഗം ഓടിച്ചിട്ട് കാണുക കേട്ടോ ചെയ്തേ. നമ്മൾ എല്ലാ സ്ഥലവും നമുക്ക് കാണണമല്ലോ. അപ്പോൾ നമ്മൾ ഓടിച്ചിട്ട് കാണുക ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ അവിടെ ഞാൻ കണ്ടേക്കുന്ന ഒരു പ്രത്യേകതയാണ്, എല്ലാ സ്ഥലത്തും ചെല്ലുമ്പം അവരുടെ വേൾഡ് മാപ്പല്ല, അവരുടെ ആ റൂട്ട് മാപ്പ് നമുക്ക് കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഈസിയാണ്. ഇച്ചിരിയും കൂടെ നമുക്ക് ഓരോ സ്ഥലങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. ഡിനോസർ പാർക്കും കൂടെ ഉണ്ടായിരുന്നു, പ്ലസ് വൈൽഡ് ലൈഫ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
വൈൽഡ് ലൈഫിൽ കുറേ അനിമൽസൊക്കെ ഉണ്ടായിരുന്നു, ലെപ്പേർഡ്സ്, മങ്കീസ്, പിന്നെ ഇവിടെ കാണുന്ന കുറച്ച് ഫോക്സസ്, അങ്ങനെ കുറേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ വർത്തായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഈ വൈൽഡ് ലൈഫ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ഒരു ട്രിപ്പൊക്കെ, ഫാമിലി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന എല്ലാവരും ആണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയി ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന, എക്സ്പെഷ്യലി കുട്ടികൾക്ക് പോയി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട, അത്രയും നല്ലൊരു അടിപൊളി പ്ലേസാണ്. നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുട്ടികളായിട്ട് ഒരു ഫാമിലി സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല രസമാണ് കാണാൻ. പിന്നെ നമ്മൾ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ ബേർഡ്സ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അവിടെ. നമ്മളെല്ലാം ഓടിച്ചിട്ടാണ് കണ്ടത്. കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ശരിക്കും നമ്മൾ കുട്ടികളെ ഹാപ്പി ആക്കാനാണല്ലോ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ലെപ്പേർഡിനെ ആട്ടോ ഈ കാണുന്നത്. പുള്ളി ഭയങ്കര ശാന്തനായിട്ട് കിടക്കുമായിരുന്നേ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കണതായിരിക്കണം. എന്തായാലും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു സൂവിൽ, ഇപ്പോൾ 2-2.5 കൊല്ലമായി ഞാനിവിടെ വന്നിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സൂവിൽ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൂവിലൊക്കെ പോയി. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് എപ്പോഴും ഇല്ല. കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ടായിരിക്കണം ബസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ ഞങ്ങൾ അവിടെ അടുത്ത് സ്റ്റേ എടുത്തതിൻ്റെ അടുത്ത് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് ഒരു ബീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ വൈകിട്ട് ബീച്ചിലൊക്കെ പോയി. പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ്, ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് മീൻസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ബീച്ചിൽ പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഡേ 1 ട്രിപ്പ്. അടിപൊളിയാണ് സ്ഥലം. ഡെവോണിലാണ് സ്ഥലം. ഡെവോണിൽ ഇൽഫ്രാക്കൂമ്പിൻ്റെ അടുത്താണ് സ്ഥലം. പിന്നെ വൈകിട്ട് നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ